അങ്ങനെ അതിനുശേഷം ഹീറോയിൻ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫാക്ടറിയുടെ താക്കോല് കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവനും അത് അസിസ്റ്റന്റിന് മുന്നിൽ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് പോകുമ്പോഴേക്കും ഈ പെണ്ണ് അങ്ങോട്ടേക്ക് വന്ന് അത് തടയുന്നു. ഇത് കൊടുക്കരുത്, ഇവര് നിന്നെ ചതിക്കാൻ നോക്കുക, നമ്മുടെ പ്ലാൻ എല്ലാം തന്നെ ഇവർക്കറിയാം, ഇവള് നിന്റെ വൈഫ് ആയിരുന്നവളല്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോ അസിസ്റ്റന്റ് ഇവനോട് ഈ പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ ഇവളെന്താ വീണ്ടും ഇവിടെ, നിങ്ങൾക്ക് ഞങ്ങളോട് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അവൾക്ക് ഒരിടം കൊടുത്തിട്ട് നീ ഇത് മുടക്കാതെ ഇവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. അപ്പോഴും ഇവള് അവന്റെ കാല് പിടിച്ച് സത്യങ്ങളെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ അവളെ അവിടെ നിന്ന് പായിച്ചു കളഞ്ഞിട്ട് അത് ഇവൾക്ക് തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ കുറച്ച് പുതിയ ജോലിക്കാരെയൊക്കെ അവിടെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് ഇവനോട് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവനാണെങ്കിൽ അങ്ങനെ എല്ലാ കാര്യവും നീ തന്നെ തീരുമാനിച്ചാൽ മതിയോ, നീ അസിസ്റ്റന്റിനെ കണ്ടിട്ടാണ് തുള്ളുന്നതെങ്കിൽ അതിന്റെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവൻ ഇവളോട് ദേഷ്യപ്പെടുന്നു. അതിനുശേഷം അവളുടെ ഫോണും വാങ്ങിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൻ കൊണ്ടുപോയത് ഇവളുടെ ഒറിജിനൽ ഫോൺ ആയിരുന്നില്ല, അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ എടുത്ത് അസിസ്റ്റന്റിനെ കോൾ ചെയ്ത് ഇനി ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട, നാളെ തന്നെ ഇവനെ ഒന്നും അല്ലാതാക്കി മാറ്റണമെന്ന് പറയുന്നു.